ഉമ്മൻചാണ്ടിയുടെ കാലം ഇരുണ്ട യുഗമാണെന്നാണ് ഇപ്പോൾ പുതിയ പ്രചരണം. ഞാൻ ചോദിക്കട്ടെ, വൈദ്യുതി ബോർഡ് ആ ഗവൺമെന്റ് ലാഭത്തിലാക്കി. നല്ല 2016 ഇറങ്ങുമ്പോൾ നല്ല ഓർഡറിലാണ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും ലോഡ് ഷെഡിംഗ്. പകലും രാത്രിയുമായി അരമണിക്കൂർ വീതമാണ് ലോഡ് ഷെഡിംഗ്. SSLC, +2 പരീക്ഷകൾ തുടങ്ങിയതോടെ ഈ മാസം 2 മുതലാണ് ലോഡ് ഷെഡിംഗ് പിൻവലിച്ചത്. പരീക്ഷകൾ അവസാനിച്ചതിനെ തുടർന്നാണ് ലോഡ് ഷെഡിംഗ് പുനഃസ്ഥാപിച്ചത്. അതാണ് ഇരുണ്ട യുഗം. ഇതാണ് ഇരുണ്ട യുഗം. ഏതാണ് ഇരുണ്ട യുഗം? സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ബഡായി പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും ആര്യാടൻ മുഹമ്മദ് വിമർശിച്ചു. ഇന്ന് സർക്കാരിന്റെ സ്ഥിതി സാമ്പത്തികമായി ഇന്നും മോശമാണ്. ബഡായിയൊക്കെ ചിലരൊക്കെ പറയും, ഞാൻ ആരാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സംഗതി മോശമാണ്. ഇലക്ട്രിസിറ്റി ബോർഡ്, KSRTC എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യത കെടുകാര്യസ്ഥത കൊണ്ടുണ്ടാവുന്നതാണ്. ആ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇത് കുറക്കാം, നട്ടം കുറക്കാൻ 6 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ആക്കിയാൽ നട്ടം കുറക്കാൻ സാധിക്കും. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ്. അവിടെ ഡാമിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് സർ. വൈദ്യുതി നിരക്ക് കൂട്ടേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി മോശമാണ്. ഒരു മാസം 75 കോടി. അങ്ങനെ വരുമ്പോൾ 900 കോടിന്റെ ക്യാഷ് ലോസ് ഉണ്ട്. അതാണ് ഇരുണ്ട യുഗം. ഇതാണ് ഇരുണ്ട യുഗം. ഏതാണ് ഇരുണ്ട യുഗം? പ്രതിസന്ധി തന്നെ. അത് പറയാനും എനിക്ക് മടിയില്ല. സാധാരണ അങ്ങനെ പറയാറില്ല. പ്രതിസന്ധിയുള്ള പ്രയാസമുണ്ട് എന്നാ പറയല്. എന്നാ പ്രതിസന്ധി തന്നെ. ഈ മാസം ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും എവിടുന്നാ കടം കിട്ടുക എന്നാണ് ചോദിച്ചിട്ടാണ് ഇന്നലെ MDന്റെ അടുത്ത് വന്നത്. മനസ്സിലായോ? അതൊന്നും ഇരുണ്ട യുഗമായിരുന്നില്ല. അതൊക്കെ നല്ല കാലമായിരുന്നു കേരളത്തിന്റെ. കേരളം ഒരു തവണ കൂടി വൈദ്യുതി നിയന്ത്രണത്തിന്റെ നാളുകളിലാണ്. ഇത് എത്ര നാൾ? ഇത് എന്തുകൊണ്ട്? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വാഗതം. LDF ഭരിച്ച 5 വർഷം ഒരു ദിവസം പോലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. UDF സർക്കാർ വന്നു. ഇതിപ്പോ 2ാം തവണയാണ് കേരളം വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട്? ഇതുപോലെ മഴ നഷ്ടപ്പെട്ട കഴിഞ്ഞ 15 കൊല്ലത്തിനുള്ളിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളമില്ലാത്ത ഒരു കാലത്ത് കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും. വേനൽക്കാലത്താണ് UDF സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ട് വൈദ്യുതി നിയന്ത്രണം വരുന്നത്. അന്ന് എന്തായാലും മഴ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ വർഷം വേനൽക്കാലത്താണല്ലോ തുടങ്ങിയത് വൈദ്യുതി നിയന്ത്രണം. അതെന്താണ്? അന്ന് കാരണം ഇത് തന്നെ. അതൊന്നും ഇരുണ്ട യുഗമായിരുന്നില്ല. അതൊക്കെ നല്ല കാലമായിരുന്നു കേരളത്തിന്റെ. അത് ജൂൺ മാസം 25 കൂടി തീരും. അപ്പോഴേക്കും മഴയും കിട്ടും, നമുക്ക് തീർക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. അവിടെ 28,000 ആയിരുന്നു. 30,000 രൂപയെ താങ്കളുടെ വീടിന്റെ ബില്ല് കൂട്ടിയിട്ടുണ്ട്. താങ്കൾ മാത്രമല്ല, എല്ലാ മന്ത്രിമാരുടെയും. അതിന് മുമ്പത്തെ മന്ത്രിമാരെ വീട്ടിലും തന്നെ MLA-മാർ മഴക്കാലത്തും ലോഡ് ഷെഡിംഗ് തുടരുന്നതിനെ വിമർശിച്ചിരുന്നു. 27-ാം തീയതി മുതൽ ലോഡ് ഷെഡിംഗ് നിർത്തുന്നു. പണി നോക്കുന്നേ. താങ്കൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയുന്നില്ല നിങ്ങളിത് എടുത്തേ. നിങ്ങളിത് കൊടുത്തിട്ടില്ലെങ്കിലും വരും. അതില്ല. പോയിന്റ് ബ്ലാങ്കിന്റെ ചില ഇലക്കങ്ങൾ ഇങ്ങനെയും അവസാനിക്കാറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലം ഇരുണ്ട യുഗമാണെന്നാണ് ഇപ്പോൾ പുതിയ പ്രചരണം.